ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മൾ കർക്കിടകത്തിൽ ഉറപ്പായിട്ടും കഴിക്കേണ്ട മരുന്നുണ്ടയാണ് ഇന്നത്തെ റെസിപ്പി. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമ്മൾക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഓരോ ചേരുവയ്ക്കും ഓരോ ഗുണങ്ങളുണ്ട്. ഇതിന് പറയത്തക്ക ചവർപ്പോ കയ്പോ ഒന്നും കാണത്തില്ല. ഇനി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാനാണെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചും കൂടെ കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഞവര അരിയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ അരി കയ്യിലില്ല എങ്കിൽ കുത്തരി എടുത്താലും മതി. നമ്മുടെ മട്ട റൈസ് ഏതായാലും കുഴപ്പമില്ല. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാനിവിടെ വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അരിയും മറ്റ് ചേരുവകളെല്ലാം നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം. വറക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുക, അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള നല്ലൊരു ചട്ടി എടുക്കുക. നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോവും. അതുകൊണ്ട് ഇങ്ങനത്തെ ചട്ടി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് ഇതൊന്ന് കുറച്ച് നേരം വറുത്തെടുക്കണം. ചെറിയ തീയിൽ വേണം ഇത് വറക്കാനായിട്ട്. അരി വറക്കാൻ മാത്രമാണ് കുറച്ച് സമയം എടുക്കുന്നത്. മറ്റുള്ളതൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഞവര അരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉദര രോഗങ്ങൾക്കും വാദം, ബലക്ഷയം, ക്ഷീണം ഇതിനൊക്കെയും ഇത് നല്ലതാണ്. ചെറിയ തീയിൽ കുറച്ച് സമയം വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ അരി പൊട്ടി വരാൻ തുടങ്ങും. നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വറക്കാനായിട്ട്. ഇപ്പം അരിയെല്ലാം ഞാൻ വറുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വേണ്ടത് മുതിരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം നമ്മൾ 1/4 കപ്പ് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് മുതിര നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ ചെറിയ തീയിൽ വറുത്തെടുക്കുക. ഇത് അരിയുടെ അത്രയും പൊട്ടി വരത്തില്ല, ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങത്തുള്ളൂ. ഇതിൻ്റെ കളറ് മാറി തുടങ്ങുമ്പോൾ നമ്മൾക്കിത് ചട്ടിക്കകത്ത് നിന്ന് എടുത്ത് മാറ്റാം. മുതിര കഴിക്കുന്നത് തടി കുറയാനും ത്വക്ക് രോഗങ്ങൾക്കും ഒക്കെയും നല്ലതാണ്. അതുമാത്രമല്ല പ്രമേഹം, കൊളസ്ട്രോൾ ഇതൊക്കെ കുറയാനും മുതിര ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പം മുതിര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് നമ്മൾ അരി വറുത്തിട്ട അതേ പാത്രത്തിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറക്കുന്നതെല്ലാം ഒരു പാത്രത്തിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ പൊടിക്കുമ്പോൾ ഒരുമിച്ച് പൊടിച്ചാൽ മതി. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് എള്ളാണ്. കറുത്ത എള്ളാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നേരത്തെ തന്നെ കഴുകിയതിന് ശേഷം ഒരു തുണിയിൽ പരത്തിയിട്ട് ഉണക്കിയെടുത്തതാണ്. അതാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇതും ചെറിയ തീയിൽ തന്നെ വറക്കണം. എല്ലാം നമ്മൾ ചെറിയ തീയിലേ വറക്കാൻ പാടുള്ളൂ. എള്ള് ഇതുപോലെ പെട്ടെന്ന് തന്നെ നന്നായി പൊട്ടി വരും. അപ്പോൾ നമ്മൾക്കിത് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. എള്ളിനകത്ത് നല്ലപോലെ ഫൈബറും ബി വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതും കൊളസ്ട്രോളിനും ബ്ലഡ് പ്രഷറിനും എല്ലുകൾക്കും ഒക്കെയും നല്ലതാണ്. അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വീക്കമുണ്ടെങ്കിൽ അതിനും ഇത് നല്ലതാണ്. എള്ളും നമ്മൾ വറുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ്. അതും 1/4 കപ്പ് തന്നെ. ജീരകത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് നല്ലപോലെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസറിനെ ചെറുക്കാനും ഹൃദ്രോഗവും പ്രഷറും ഒക്കെ വരാതിരിക്കാനും സഹായിക്കുന്നുണ്ട്. ജീരകം ഇതേപോലെ കുറച്ച് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾക്കിത് എടുത്ത് മാറ്റാം. ചെറിയ ജീരകം കഴിക്കുന്നത് വയറിൻ്റെ ആരോഗ്യത്തിനും ഡൈജഷൻ ശരിയാവാനും ഒക്കെയും നല്ലതാണ്. ജീരകവും ഇപ്പോൾ ആയിക്കഴിഞ്ഞു. നമ്മൾ ജീരകവും എടുത്ത് മാറ്റി. ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് അയമോദകമാണ്. അതും 1/4 കപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയമോദകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല ദഹനം കിട്ടാനും ഗ്യാസ്, അസിഡിറ്റി, കോൾഡ്, ചുമ ഇതൊക്കെ വരാതിരിക്കാനും അയമോദകം നല്ലതാണ്. അതുമാത്രമല്ല ത്വക്ക് രോഗങ്ങൾക്കും ഇത് നല്ലതാണ്. ഇതും ജീരകത്തിൻ്റെ പോലെ തന്നെ കുറച്ച് കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾക്ക് എടുത്ത് മാറ്റാം. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആശാളിയാണ്. ഇത് നമ്മൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. കണ്ടാൽ ഏതാണ്ട് എള്ളിൻ്റെ പോലെ തന്നെ ഉണ്ട്. അതേസമയം കളറ് കുറച്ച് ചുവന്നിട്ടായിരിക്കും. 1/4 കപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും എള്ളിൻ്റെ പോലെ തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടി വരും. ആശാളിക്കും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതും ആസ്മ വരാതിരിക്കാനും രക്തം കൂട്ടുന്നതിനും കുടലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെയും സഹായിക്കുന്നു. ഓർമ്മശക്തി കൂട്ടുന്നതിനും നമ്മളുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെയും ഇത് നല്ലതാണ്. ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. അതും 1/4 കപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഉലുവ കഴിക്കുന്നത് കൊളസ്ട്രോൾ, പ്രഷർ, പ്രമേഹം, ഹൃദ്രോഗം, അമിതവണ്ണം ഇതിനൊക്കെയും നല്ലതാണ്. നമ്മളുടെ മുടി നന്നായി വളരുന്നതിനും നല്ല സ്കിൻ കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ ചേരുവകളും വറുത്ത് കഴിഞ്ഞു. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ എല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തോടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾക്കിത് പൊടിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾക്കിതിനകത്തോട്ട് മധുരത്തിനായിട്ട് ശർക്കര വേണം.
ശർക്കര എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് കരുപ്പെട്ടിയാണ്, അതായത് പനഞ്ചക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. അതിനകത്ത് നല്ലപോലെ അയൺ കണ്ടന്റ് ഉണ്ട്. ഹീമോഗ്ലോബിൻ കൂട്ടാനും വയറിൻ്റെ ആരോഗ്യത്തിനും വയറിന് നല്ല തണുപ്പ് കൊടുക്കാനും ഒക്കെയും ഇത് നല്ലതാണ്. ഇത് നല്ലപോലെ മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾക്കിത് അരിച്ച് മാറ്റി വയ്ക്കാം. 250 ഗ്രാം കരിപ്പെട്ടിക്കകത്തോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഉരുക്കിയെടുത്തതാണ്. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയെടുക്കാം. ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇതിലത്തെ വെള്ളമയം കുറച്ചൊന്ന് പോയി കിട്ടിയാൽ മതി. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത്. ഇനി നെയ്യ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട, തേങ്ങ വെറുതെ വറുത്തെടുത്താലും മതി. ചെറുതായിട്ടൊന്ന് വെള്ളമയം പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മരുന്നുണ്ട് പെട്ടെന്ന് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങയും കൂടെ ഇതേപോലെ ചെറുതായിട്ട് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ തേങ്ങയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത്രയും നമ്മൾ വറുത്തെടുത്താൽ മതി. ഇനി ഇതും ചൂടാറാനായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മളിതൊരു പ്ലേറ്റിനകത്തോട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. തേങ്ങയും കൂടെ നമ്മൾക്ക് പൊടിച്ചെടുക്കേണ്ടി വരും. ഒന്നിലും നമ്മൾ വെള്ളവും ഒന്നും ഒഴിക്കരുത്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരിയും മറ്റ് സാധനങ്ങളൊക്കെ ഇപ്പം നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മിക്സിയുടെ ഒരു ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ ജാറിനകത്തിട്ടിട്ടാണ് 2-3 ട്രിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നത്. നമ്മളിത് പൊടിച്ചതിന് ശേഷം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇത് പൊടിച്ചതെല്ലാം കൂടെ വലിയൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് ഇതിനകത്തോട്ട് തന്നെ തേങ്ങ പൊടിച്ചതും കരിപ്പെട്ടിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നന്നായി കുഴച്ചെടുക്കാനായിട്ട്. അപ്പം അത് കണക്കാക്കി വലിയൊരു പാത്രം എടുക്കുക. നമ്മൾ നേരത്തെ വറുത്തെടുത്ത തേങ്ങയും കൂടെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളത് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയാണ്. അതിനായിട്ട് 1/2 ടീസ്പൂൺ ചുക്കുപൊടി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച കരിപ്പെട്ടിയാണ്. അതിപ്പം നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ മരുന്നുണ്ടയുടെ എല്ലാ ചേരുവകളും നമ്മൾ ഇട്ട് കഴിഞ്ഞു. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളിത് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. എല്ലാം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓരോന്നായിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. നമ്മുടെ ശരീരത്തിന് ബലം കിട്ടാനും രോഗപ്രതിരോധ ശേഷി കിട്ടാനും രോഗങ്ങൾക്ക് കാരണമായ ടോക്സിനുകൾ അകറ്റി നിർത്താനും മരുന്നുണ്ട സഹായിക്കും. ഇത് കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് ആരോഗ്യപരമായ ഗുണങ്ങളെ ഇരട്ടിപ്പിക്കും. കാരണം ഈ മാസത്തിലാണ് ഏറ്റവും അധികം മഴയൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അസുഖങ്ങളും കൂടുതലായിരിക്കും. ഇതേപോലെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കുക. ഇത് ഒരെണ്ണം വെച്ചിട്ടാണ് ഒരു ദിവസം കഴിക്കേണ്ടത്. ചുക്ക് കാപ്പിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണിത്. ഈ ഒരു അളവ് വെച്ച് ഏകദേശം 25 മരുന്നുണ്ടായിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്